Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഷവോമി റെഡ്മി 9 പ്രൈം ആണ്. അപ്പോൾ 9 സീരീസിലെ ഏറ്റവും പുതിയ ലോഞ്ചാണിത് 9 പ്രൈം. റെഡ്മി നോട്ട് 9 പ്രോ, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്, പിന്നെ റെഡ്മി നോട്ട് 9, ഇപ്പോൾ റെഡ്മി 9 പ്രൈം, അങ്ങനെ 4 ഡിവൈസായി 9 സീരീസിൽ വന്നിട്ട്. ഇതിലും ക്വാഡ് ക്യാമറയാണ്, 5020 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, ഹീലിയോ G80 octa-core പ്രോസസ്സറാണ്, 4GB റാമും 64 അല്ലെങ്കിൽ 128GB സ്റ്റോറേജിലുമാണ് ഇത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ വേരിയൻ്റാണ്. അപ്പോൾ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് കാണാം മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 13 MP AI ക്വാഡ് ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മാക്രോ ലെൻസും ഇൻക്ലൂഡഡ് ആണ്. 5020 mAh കപ്പാസിറ്റി ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ 8 MP സെൽഫി ക്യാമറ, IR ബ്ലാസ്റ്ററും, പിന്നെ ഡുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓവർ വൈഫൈ ഉണ്ട്. 2.5D കൂർണിംഗ് ഗോറില്ല ഗ്ലാസ് ഉണ്ട്. സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിങ്ങും ഇൻക്ലൂഡഡ് ആണ്. ടൈപ്സ് റിവേഴ്സിബിൾ കണക്ടർ, ഫേസ് അൺലോക്ക്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് മിൻറ്റ് ഗ്രീൻ കളറാണ്. 4GB റാമും 128GB സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. അപ്പോൾ ഫോൺ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു ചെറിയ കേസാണ് കാണുന്നത്. അതിനകത്ത് ഒരു TPU കേസ് കാണാം. സ്റ്റാൻഡേർഡായി വരുന്ന TPU കേസാണ്, ഞാൻ എടുക്കുന്നില്ല. ജസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാ ഫോണിലും വരുന്ന TPU കേസാണ്. പിന്നെ നമുക്ക് കാണാം ഇവിടെ ട്രിപ്പിൾ സ്ലോട്ടാണ് സിം കാർഡ്. 2 SD കാർഡ് സ്ലോട്ടും മീൻസ് 2 സിം കാർഡ് സ്ലോട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ കാണാം. 0.854 0.417 ആണ് ഹെഡ് സാറും ബോഡി സാറും. സാർ വാല്യൂ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നും കാണാം നിങ്ങൾക്ക്. പിന്നെ വരുന്നത് ഡിവൈസാണ്. ഡിവൈസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് ടൈപ്പ് C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പിന്നെ വരുന്നത് ഒരു 10 വാട്ട് ചാർജറാണ്. ഇതിൽ 18 വാട്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ബോക്സിനകത്ത് 10 വാട്ട് ചാർജറേ ഉള്ളൂ. 18 വാട്ട് ചാർജർ നമുക്ക് അഡീഷണലി മേടിക്കാൻ വേണമെങ്കിൽ എന്നിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബോക്സിനകത്ത് 10 വാട്ട് ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ഡിവൈസിൻ്റെ ഫീച്ചേഴ്സും സോഫ്റ്റ്വെയറും ക്യാമറയും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് കാണാം. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. കാരണം 10,000 താഴെ ഇപ്പോൾ എല്ലാം HD ഡിസ്പ്ലേ ആണ്. കാരണം പ്രൈസ് ഇൻക്രീസിന് ശേഷം എല്ലാം HD പ്ലസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. പ്രോബ്ലി വൺ ഓഫ് ദ ഫ്യൂ സ്മാർട്ട് ഫോൺസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഡിസ്പ്ലേയിലുണ്ട്. ഡിസ്പ്ലേ കളേഴ്സ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല കളേഴ്സും നല്ല വ്യൂയിങ് ആംഗിൾസും ഈവൻ ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല എന്ന് പറയാം. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഒരു സ്ക്രീൻ ഗാർഡും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷേ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം MIUI ആണ്. MIUI 11 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ MIUIയിൽ വരുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എല്ലാ ഫീച്ചേഴ്സും തന്നെ. ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. 128GB സ്റ്റോറേജ് ആണ് നമ്മുടെ വേരിയൻ്റ് ഉള്ളത്. പിന്നെ സ്റ്റാൻഡേർഡായി MIUIയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് MIUIൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. ഇനി നമ്മളിതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. മുകൾ ഭാഗത്ത് IR ബ്ലാസ്റ്ററും, ഇവിടെ ഒരു പഞ്ച് ഹോളല്ല ഒരു നോച്ചുള്ള ക്യാമറയാണ് 8 MP. പിന്നെ താഴത്ത് നമുക്ക് കാണുന്നത് 3.5mm ഓഡിയോ ജാക്കും ഒരു ടൈപ്പ് C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ബാക്ക് പാനലിൽ നമുക്ക് കാണാം ആക്ച്വലി ഇത് മിൻറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 13 MP പ്രൈമറി ക്യാമറ, ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു ഡെപ്ത് സെൻസറും ഇവിടെ ഒരു മാക്രോ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. LED ഫ്ലാഷിംഗ് ആണ്. പിന്നെ നമുക്ക് കാണാം ഒരു റൗണ്ടഡ് പാറ്റേൺ കണ്ടോ. ഒരു നമ്മൾ പോക്കോ X2ലും റെഡ്മി K30 കണ്ട പോലെ ഒരു പാറ്റേൺ കാണാം നമുക്കിവിടെ. അതേപോലെ തന്നെ ഒരു റൗണ്ടഡ് സർക്കുലർ പാറ്റേണും ബാക്കിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രിപ്പാണ് കിട്ടുന്നത് ഫോണിൽ. നല്ല സ്റ്റേഡി ബിൽഡുമാണ്. പിന്നെ റെഡ്മി ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. നല്ല ഗ്രിപ്പുള്ള ഡിവൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 13 MP റിയർ ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതിനകത്ത് എടുത്ത് ഇതൊക്കെയാണ് റെഡ്മി 9 പ്രൈം എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ്. ഇതിനകത്ത് വീഡിയോ റെക്കോർഡിംഗ് 1080p 30 FPS സപ്പോർട്ടഡ് ഉള്ളൂ. 4K സപ്പോർട്ടഡ് അല്ല. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നത് 5020 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്.
അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ഉണ്ട്, എങ്കിലും 10 വാട്ടേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 18 വാട്ടിൻ്റെ അഡാപ്റ്റർ മേടിച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബാറ്ററി ലൈഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി 9 പ്രൈമിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.